തുടർച്ചയായി പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണ ലംഘിക്കുന്നതിൽ കടുത്ത ആശങ്കയിലാണ് ജമ്മു കാശ്മീരിലെ അതിർത്തി മേഖലയിലെ ജനങ്ങൾ. പാക് ഡ്രോണുകൾ പതിച്ച് ഇന്നലെയും അതിർത്തി മേഖലയിലെ സാംബയിലെ വീടുകൾക്ക് കേടുപാടുണ്ടായി. പ്രകോപനം തുടരുകയാണെങ്കിൽ കനത്ത തിരിച്ചടി നൽകണമെന്ന് ആവശ്യപ്പെടുകയാണ് സാംബയിലെ ജനം. ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷം തുടങ്ങിയതിനു ശേഷം ഏതാണ്ട് എല്ലാ ദിവസവും പാക് പ്രകോപനം ഉണ്ടായിട്ടുള്ള മേഖലയാണ് ജമ്മു കാശ്മീരിലെ സാംബ. ഇന്നലെ രാത്രിയും അതിർത്തി കടന്ന് പാക് ഡ്രോണുകൾ സാംബയുടെ ആകാശത്തിൽ എത്തി. എല്ലാ ഡ്രോണുകളെയും വെടിവെച്ചിടാൻ സൈന്യത്തിനും കഴിഞ്ഞു. പക്ഷേ ഡ്രോണുകളുടെ ഭാഗങ്ങൾ പതിച്ച് അതിർത്തി മേഖലയിലെ വീടുകളിൽ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് അതിർത്തിയിൽ നിന്ന് ഏതാണ്ട് 500 മീറ്റർ മാത്രം മാറി ഗഗൻ സിംഗ് എന്നയാളുടെ വീട്ടിലാണ്. രാത്രി ഭക്ഷണം സ്ത്രീകൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാംബയിലെ വിജയ് സിംഗിന്റെ വീട്ടിലെ ഈ അടുക്കളയ്ക്ക് മുകളിലേക്ക് ഡ്രോൺ വന്ന് പതിച്ചത്. മുകളിൽ ഈ അടുക്കളയുടെ നേരെ മുകളിൽ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണത് കാണാം. ഉഗ്ര ശബ്ദത്തോടെയാണ് ഈ ഡ്രോണിന്റെ ഭാഗങ്ങൾ പതിച്ചത് എന്ന് വിജയ് സിംഗ് പറയുന്നുണ്ട്. സ്ത്രീകൾ ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടുകയായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. पता नहीं चला कि ऐसे जोर से धमाका हुआ. हमने पूछा हो क्या गया. बर्तन रखे हुए थे, बर्तन सारे गिर गए. हम तो यही मोदी सरकार से यही कहना चाहते हैं कि एक बार सिर्फ आर पार की हो जाए. कितनी बार हम बच्चों को लेकर आगे पीछे जाएंगे. छोटे छोटे बच्चे हैं, पढ़ाई लोगों बच्चों की खराब हो रही है. कुछ होना चाहिए. एक बार कर दो ना जो होता है. क्योंकि सीज़ फायर की हुआ था तो हम लोग रिलैक्स थे कि अभी बॉर्डर पे कोई टेंशन नहीं है, तो उसकी वजह से नहीं तो हम लोग बाहर नहीं निकलते हैं. तो जो लेडीज़ थी वो भागी बाहर को, क्योंकि सर के ऊपर ही आप देखा छत, छोटा सा छत है, ये छत फटा नहीं. अगर फट के नीचे आता तो यहाँ पे कैजुअल्टी हो सकती थी. വീരേന്ദ്ര സിംഗ് എന്നയാളുടെ വീട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. വീട്ടുമുറ്റത്ത് പലയിടത്തായി ഇതുപോലെ കുഴി രൂപപ്പെട്ടത് നമുക്ക് കാണാം. ഡ്രോണുകളുടെയും മറ്റും ഭാഗങ്ങൾ പതിച്ചാണ് ഇങ്ങനെ കുഴി രൂപപ്പെട്ടത്. ഈ कितने बजे हुआ? तकरीबन 8 बजे जी. आप लोग किधर थे? हम घर के अंदर ही थे. तो जब ये धमाका होता हम बाहर निकलते हैं तो देखते हैं कुछ जलती हुई चीज़ यहाँ गिरी है, जोर से गिरी है. तो फिर हम तो अंदर चले जाते हैं कि जो भी होगा सुबह देखेंगे. വെടിനിർത്തൽ ധാരണയായെങ്കിലും ജമ്മു കാശ്മീരിലെ അതിർത്തി മേഖലയായ സാംബയിലെ ജനങ്ങൾക്ക് സമാധാനമായി ഒന്നുറങ്ങാൻ ഇപ്പോഴും കഴിയുന്നില്ല. പാകിസ്ഥാൻ ഈ വിധം പ്രകോപനം തുടരുകയാണെങ്കിൽ ശക്തമായ തിരിച്ചടി നൽകണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നു. സാംബയിലെ അതിർത്തിയിൽ നിന്നും മോഹൻകുമാറിനൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.